ഹലോ. അപ്പോൾ അതേ നമ്മുടെ 3 ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളാണിത് കേട്ടോ. അപ്പം ഇവരെ വിരിഞ്ഞിട്ട് അമ്മക്കോഴിയുമായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അമ്മക്കോഴിയെ ഞാനിന്ന് മാറ്റിയിട്ടുണ്ട്. പകരം ഒരു ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂട് കിട്ടാൻ വേണ്ടി. ശരിക്കും അമ്മക്കോഴിയെ നമ്മളിങ്ങനെ മാറ്റി കൊടുക്കുമ്പോൾ അതൊരു സങ്കടകരമായ കാഴ്ചയാണ്. കാരണം വേറൊന്നുമല്ല, അമ്മക്കോഴിയെ കുഞ്ഞുകോഴികളുടെ അടുത്തൊന്ന് പിരിക്കുമ്പോൾ ഈ കുഞ്ഞുകോഴികൾ ഒച്ചത്തി കരയാൻ തുടങ്ങും. പിന്നെ ഉള്ളത് അമ്മക്കോഴിയും ശക്തമായിട്ട് നിലവിളിക്കും. തിരിച്ച് ഇറക്കി വിട്ടാലും അത് തിരിച്ച് കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് തന്നെ കയറി വരികയും പരാക്രമം കാണിക്കുകയും കൊത്തിപ്പറിക്കുകയൊക്കെ ചെയ്യും. 2 ദിവസം അങ്ങനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മറന്നു പോയിക്കോളും. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ മറക്കും. പക്ഷേ ഇതുപോലെ ചെറിയ ദിവസങ്ങൾ മാത്രം പ്രായമുള്ളപ്പം തിരിച്ചു വിടണം. എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങൾ അടങ്ങത്തുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അടങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം അമ്മക്കോഴി പുറത്ത് കിടന്ന് നിലവിളിക്കുവാണ്. കുഞ്ഞുങ്ങൾ ഇവിടെ ചെറുതായിട്ട് കരയുന്നുണ്ട്. എന്നാലും വലിയ പ്രശ്നമില്ല. കാരണം ഈ ബൾബിൻ്റെ ചൂട് കിട്ടുന്നത് കൊണ്ട് എന്താ. അപ്പോൾ കുറച്ച് പേര് ചൂട് വേണ്ടാത്തവർ അങ്ങോട്ട് മാറി നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കുറച്ച് പേര് ചൂടിൻ്റെ താഴെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ ഇത് നമ്മുടെ ചൈനീസ് ബട്ടൺ കുയിലെന്ന് പറയുന്ന ഒരുതരം അലങ്കാരക്കാടകളാണ്. ശരിക്കും ഇങ്ങനെയല്ല ഇതിനെ വളർത്തേണ്ടത്. അയ്യറി കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇവിടെ ഒരു 2 മാസമായിട്ട് നമുക്ക് കൂട് സെറ്റ് ചെയ്യാൻ ഇത് കുറച്ച് പ്രയാസമുള്ളത് കൊണ്ട് ഇതിങ്ങനെ കിടക്കുക. 5 ഉള്ളൂ. ഇപ്പോൾ 1-2 മാസമായിട്ട് നമ്മൾ വളർത്തുന്നുണ്ട്. മുട്ടകൾ ഇടാറുണ്ട്. മുട്ട പെറുക്കി 3 പെടയാണ് ഇതിനകത്ത്. അപ്പം മുട്ട നമ്മൾ പെറുക്കി ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. പിന്നെ കുഞ്ഞു പിള്ളേർ ഫ്രൈ ചെയ്തൊക്കെ കഴിക്കും. ഇതിൻ്റെ മുട്ട എഡിബിളാണെന്ന് തോന്നുന്നു. പക്ഷെ പിള്ളേർക്ക് കഴിച്ചിട്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എഡിബിളായിരിക്കും. അപ്പം അങ്ങനെയാണ്. പക്ഷേ ഇത് അടയിരിക്കുമെന്ന് ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇത് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു kg കിടക്കുന്നതുകൊണ്ടായിരിക്കും അടയിരിക്കാനുള്ളൊരു ടെൻഡൻസി ഇത് കാണിച്ചില്ല. മുട്ട നമ്മളൊരു ചെറിയ കുഞ്ഞി പാത്രത്തിലൊക്കെ പെറുക്കി വെച്ച് കൊടുത്ത് നോക്കി. പിന്നെ അധികം മുട്ട ഉള്ളത് കൊണ്ട് 3 പേരും ഡെയിലി മുട്ട ഇടുന്നുണ്ട്. അപ്പം നമ്മളൊരു നാടൻ കോഴിക്ക് കുറച്ചെടുത്ത് മുട്ട അടവെച്ച് കൊടുത്ത് നോക്കി. അതാണിത്. പുറത്തെ സൈഡിൽ തന്നെ അടയിരിക്കുന്നത്. അപ്പം അടവെച്ച് നോക്കി. പക്ഷേ അതും ഇരിക്കുന്നുണ്ട്. പക്ഷേ ഡെയിലി 1, 2, 3 മുട്ടയൊക്കെ വെച്ച് ഇത് പൊട്ടിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കുഞ്ഞു മുട്ടയാണ്. ഈ ഒരു വലിപ്പമേ ഉള്ളൂ. വേണ്ട, ഈ ഒരു വലിപ്പമേ ഉള്ളൂ. അപ്പം ബലക്കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് പൊട്ടിച്ച് കളയുന്നത്. തോടിന് കട്ടിക്കുറവാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിരിക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവും. അതാണ് സംഭവം. അപ്പം വിരിഞ്ഞ് കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. വിരിഞ്ഞ് കിട്ടിയാൽ നിങ്ങളെന്തായാലും കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പരാഗണമൊക്കെ കഴിഞ്ഞിട്ട്, ഡ്രാഗൺ ഫ്ലവറിൽ പരാഗണം കഴിഞ്ഞിട്ട് അത് ഫ്രൂട്ടായി വരുന്നുണ്ട് കേട്ടോ. 5 ഫ്ലവറും പരാഗണം ചെയ്തത് സക്സസ് ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ആദ്യത്തെ 2 ഫ്ലവറാണിത്. ആദ്യത്തേന്ന് പറയാൻ പറ്റത്തില്ല. ഫ്ലവറുകളെല്ലാം ഒരുമിച്ചാണ് ഉണ്ടായത്. ഇത് 2 ഫ്ലവർ, പിന്നെ 3-മത്തത്, 4-മത്തത്, 5-മത്തത്. അപ്പോൾ ഇത് 5 സക്സസ് ആയിട്ടുണ്ട്. കാരണം സക്സസ് ആയില്ലെങ്കിൽ മഞ്ഞ കളറായിട്ട് പഴുത്ത് കൊഴിഞ്ഞു പോകാറാണ് പതിവ്. അപ്പോൾ ഇപ്പം കൊഴിയാൻ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 13-ാം തീയതിയാണ് ഫ്ലവർ വിരിഞ്ഞത്. അന്ന് തന്നെ നമ്മൾ പരാഗണവും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് സക്സസ് ആയിട്ടുണ്ട്. ഇനിയിപ്പം കേടുപാടുകളൊന്നുമില്ലാതെ വളരുവാണെങ്കിൽ കറക്റ്റ് 1 മാസം ആകുമ്പം, അതായത് ജൂലൈ 13-ാം തീയതി ആകുമ്പോൾ നമുക്കിതിനെ വിളവെടുക്കാൻ പാകത്തിന് പഴുത്ത് കിട്ടും. അടുത്തൊരു ഫ്ലവറും കൂടി വന്നിട്ടുണ്ട്. മൊട്ടിട്ടിട്ടുണ്ട്. കണ്ടോ, ഫ്ലവർ ആയില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം.